സ്നേഹം നിറഞ്ഞ ഗുരുഭക്തരെ, ഗുരുജനങ്ങളെ, ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ 172 തിരുജയന്തി ആഘോഷങ്ങൾ അടുത്തു വരികയാണ്. ഈ വരുന്ന ഓഗസ്റ്റ് 28-ാം തീയതിയാണ് തിരുജയന്തി. ഇന്ന് നാടിൻ്റെ നാനാഭാഗങ്ങളിൽ ഗുരുജയന്തി ആഘോഷങ്ങൾ മുൻപ് എങ്ങനെയാണോ നടന്നത് അതേപോലെ അതിനേക്കാൾ ഉപരിയായി നടന്നു വരികയാണ്. ഇന്ന് മലയാളികൾ എവിടെയെല്ലാം എത്തിയിട്ടുണ്ടോ, ഗുരുഭക്തരായ ആളുകൾ എവിടെയെല്ലാം എത്തിയിട്ടുണ്ടോ അവിടെയെല്ലാം ദേശവിദേശങ്ങളിലെല്ലാം തന്നെ ഗുരുവിൻ്റെ ജയന്തി അവരുടെ എല്ലാം പ്രധാനപ്പെട്ട ആഘോഷമാണ്. ഗുരു ജയന്തി ദിനത്തിൽ പ്രാർത്ഥനയും പൂജയും മറ്റുമെല്ലാം നടക്കുമ്പോൾ അതിനേക്കാളെല്ലാം ഉപരി മറ്റ് ആഘോഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒന്ന്, ഗുരുവിനെ അനുസ്മരിച്ചുകൊണ്ട് ഗുരുവിൻ്റെ ദർശനവും ഗുരു നമുക്ക് തന്ന പ്രബോധനങ്ങളെയെല്ലാം ആസ്പദമാക്കിക്കൊണ്ട് വളരെ വിപുലമായ ഗുരുജയന്തി സമ്മേളനങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് മറ്റാഘോഷങ്ങളിൽ നിന്നെല്ലാം, ഉത്സവങ്ങളിൽ നിന്നെല്ലാം ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ ജയന്തിയെ വ്യത്യസ്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഓരോ ഗുരുദേവ ജയന്തികൾ കടന്നു പോകുമ്പോഴും ഗുരുവിനെക്കുറിച്ച് ജനങ്ങളിൽ വളരെ നവീനമായ പുതിയ പുതിയ ആശയങ്ങൾ ഉണ്ടാവുകയും അതിലേക്ക് ആദ്യമായി കടന്നു വരുന്നവർ മുന്നോട്ട് ഗുരുവിനെ പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തുടക്കമാവുകയും ചെയ്യുന്നതാണ് ഗുരുജയന്തിയുടെ ഏറ്റവും വലിയൊരു സവിശേഷത. അതുകൊണ്ട് തന്നെ മറ്റ് ആഘോഷങ്ങളിൽ നിന്നും ഉത്സവങ്ങളിൽ നിന്നെല്ലാം ഗുരുജയന്തിക്ക് ഒരു വ്യത്യസ്തതയുണ്ട്. എന്ന് മാത്രമല്ല, ഗുരുവിൻ്റെ ആശയങ്ങൾ, ഗുരുവിൻ്റെ ജയന്തി ആഘോഷങ്ങളെല്ലാം തന്നെ ഏതൊരു സമൂഹത്തിൽ നടക്കുമ്പോഴും ആ സമൂഹത്തിനെ ആകവെ ചേർത്ത് പിടിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കെപ്പോഴും കാണുന്നത്. കാരണം അത് ഗുരുവിൻ്റെ ദർശനത്തിൻ്റെ ഒരു സവിശേഷതയാണ്. അവിടെ ജാതിയുടെയോ മതത്തിൻ്റെയോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വിഭാഗീയതയൊന്നും ഇല്ലാതെ എല്ലാവർക്കും യാതൊരു തരത്തിലുള്ള മാനദണ്ഡങ്ങളുടെയും പരിമിതികളില്ലാതെ എല്ലാവർക്കും ഒരേപോലെ ചേർന്ന് നിൽക്കാവുന്ന ആശയം, അതാണ് ഗുരുവിൻ്റെ സവിശേഷത എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് മറ്റ് ദേശങ്ങളിലേക്ക്, വിദേശങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ വർഗത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ ഒക്കെ ഉള്ള ഭേദങ്ങളെ മാറ്റി നിർത്തി എല്ലാവർക്കും ഒന്നിച്ച് ചേരുവാനായിട്ടുള്ള അവസരം ഗുരുജയന്തി നമുക്ക് പ്രദാനം ചെയ്യുന്നത്. ഓരോ ഗുരുജയന്തി കഴിയുമ്പോഴും അതിൻ്റെ ആ ഒരു ബാഹുല്യത്തെ, അതിനെ നമുക്ക് എങ്ങനെയാണ് ഗുരുവിൻ്റെ ആധ്യാത്മികത നമ്മളുടെ ജീവിതത്തിൻ്റെ, നമ്മളുടെ മനസ്സിൻ്റെ സന്തോഷത്തിലേക്ക്, നമ്മളുടെ ഹൃദയത്തിൻ്റെ വിശാലതയിലേക്ക്, നമ്മുടെ ഒരു ആത്മീയതയുടെ പരിപൂർണതയിലേക്ക് നമ്മളെ നയിക്കുന്നത്, അതേപോലെ തന്നെയാണ് ഭൗതികമായിട്ടുള്ള ഒരു സാമൂഹികമായ സമാധാനത്തിന്, സാമൂഹികമായ സുരക്ഷയ്ക്ക് ഇതിനെല്ലാം തന്നെ അതിനോടൊപ്പം തന്നെ പര്യാപ്തമാവുകയും ചെയ്യുക. അങ്ങനെ ആധ്യാത്മികമായും ഭൗതികമായും ഒരു വ്യക്തിയെ സമ്പൂർണ്ണമാക്കുന്ന ഒരു വലിയ ദാർശനികതയാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഓരോ ഗുരു ജയന്തിയും നമ്മുടെ സമ്മേളനങ്ങളും മീറ്റിങ്ങുകളും ആഘോഷങ്ങളും അതിൻ്റെ സാധനങ്ങളും എല്ലാം തന്നെ അതിലേക്കാണ് നമ്മെ നയിക്കുന്നത്. ഈ 172 തിരുജയന്തി ആഘോഷങ്ങളും നമ്മെ നമ്മുടെ ആധ്യാത്മികമായ പരിപൂർത്തിയിലേക്ക്, നമ്മളുടെ സാമൂഹികമായ സമാധാനത്തിലേക്ക് ഒക്കെ നയിക്കുവാനായിട്ട് ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഗുരുദേവൻ്റെ 172 ജയന്തി ആശംസകൾ നേരുകയാണ്. നന്ദി, നമസ്തേ.